നമസ്കാരം, CTV ന്യൂസിലേക്ക് സ്വാഗതം. ഞാൻ സിജി ജോസ്. ആദ്യം പ്രധാന വാർത്തകൾ. മതരാഷ്ട്രം സ്വപ്നം കാണുന്ന SDPI അടക്കമുള്ള വർഗീയതയെ കൂട്ടുപിടിച്ചാണ് UDF ഈ തെരഞ്ഞെടുപ്പിനെ നേരിടുന്നതെന്ന് CPIM സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം PK ബിജു പറഞ്ഞു. ലോക ക്ഷയരോഗ ദിനാചരണം 100 ദിന കർമ്മ പരിപാടി തൃശൂർ ജനറൽ ആശുപത്രിയിൽ ജില്ലാ കളക്ടർ ശിഖ സുരേന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. മണലൂർ UDF സ്ഥാനാർത്ഥി TN പ്രതാപൻ മണലൂരിലെ ജനങ്ങൾക്ക് 10 ഗ്യാരണ്ടിയും മാനിഫെസ്റ്റോയും പ്രസ് ക്ലബിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ പ്രഖ്യാപിച്ചു. വടക്കാഞ്ചേരിയിലെ UDF സ്ഥാനാർത്ഥി നിയമനത്തിൽ പ്രതിഷേധിച്ച് യൂത്ത് കോൺഗ്രസ് തൃശൂർ ജില്ലാ ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് TH മുഹമ്മദ് ഷഫീഖ് രാജിവെച്ചു. വിശദമായ വാർത്തകളിലേക്ക്. മതരാഷ്ട്രം സ്വപ്നം കാണുന്ന SDPI അടക്കമുള്ള വർഗീയതയെ കൂട്ടുപിടിച്ചാണ് UDF ഈ തെരഞ്ഞെടുപ്പിനെ നേരിടുന്നതെന്ന് CPIM സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം PK ബിജു പറഞ്ഞു. LDF ഒല്ലൂർ മണ്ഡലം സ്ഥാനാർത്ഥി K രാജന്റെ തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ പുത്തൂർ പുഴയോരം ഗാർഡനിൽ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. UDF ഭരിച്ചിരുന്ന ആ ഇരുണ്ട കാലം വരാൻ കേരളത്തിലെ ജനങ്ങൾ ആഗ്രഹിക്കുന്നില്ല എന്നും കേരളത്തിന്റെ ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ മന്ത്രിമാർ അഴിമതി കേസിൽ പ്രതിയായി ജയിലിലേക്ക് പോയ കാലമായിരുന്നു UDF ഭരണകാലമെന്നും സിമന്റ് ഇല്ലാത്ത പാലാരിവട്ടം പാലം പൊളിഞ്ഞതും സ്കൂളുകൾ അടച്ചുപൂട്ടാൻ വച്ചതും കുട്ടികൾക്ക് പഠിക്കാൻ പാഠപുസ്തകം കിട്ടാത്ത അവസ്ഥയുണ്ടായതും UDF ഭരണകാലത്താണ്. 1ാം ക്ലാസ് മുതൽ ഡിഗ്രി വരെ പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് വരെ സൗജന്യ വിദ്യാഭ്യാസം നൽകുന്നത് കോൺഗ്രസോ BJPയോ ഭരിക്കുന്ന ഏതെങ്കിലും സംസ്ഥാനത്തുണ്ടോ എന്നും പാഠപുസ്തകം, സൗജന്യ യൂണിഫോം, സൗജന്യ വിദ്യാഭ്യാസം എന്നിങ്ങനെയുള്ള രാജ്യത്ത് വേറെ ഏതെങ്കിലും ഒരു സംസ്ഥാനമുണ്ടോ എന്നും സംസ്ഥാനത്തെ 741 ഹെൽത്ത് സെന്ററുകൾ കുടുംബാരോഗ്യ കേന്ദ്രങ്ങളായി മാറി. താലൂക്ക് ആശുപത്രികളിലും ഡയാലിസിസ് യൂണിറ്റുകൾ വന്നു. ജില്ലാ ആശുപത്രികളിൽ കാത്ത് ലാബുകളും അവയവ ശസ്ത്രക്രിയയടക്കമുള്ള ആധുനിക സൗകര്യങ്ങളും വന്നത് നാം കാണണമെന്നും 13,50,00,000 രോഗികൾ പ്രതിവർഷം സർക്കാർ ആശുപത്രികളിൽ എത്തുന്നുണ്ടെന്നും ഇതാണ് റിയൽ കേരള സ്റ്റോറി എന്നും PK ബിജു പറഞ്ഞു. CPI മണ്ഡലം സെക്രട്ടറി PD റജി അധ്യക്ഷനായി. രാജാജി മാത്യു തോമസ്, സ്ഥാനാർത്ഥി K രാജൻ, TG രവി, ജയരാജ് വാര്യർ, നടൻ ലിഷോയ്, LDF നേതാക്കളായ MS പ്രദീപ് കുമാർ, ബേബി നെല്ലിക്കുഴി, ഷിജു കീടായി, പ്രസാദ് പറേരി എന്നിവർ സംസാരിച്ചു. അക്ഷരാഭ്യാസമുള്ള വിദ്യാസമ്പന്നരായ ഒരു പുതിയ തലമുറയെ സൃഷ്ടിക്കുക, അതാണ് കഴിഞ്ഞ 10 വർഷം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഭരിക്കുന്ന കേരളത്തിൽ നാം കണ്ടുകൊണ്ടിരിക്കുന്നത്. 1ാം ക്ലാസ്സിൽ ചേരുന്ന കുട്ടിയെ അവർക്ക് പാഠപുസ്തകം സൗജന്യം, 2 ജോഡി യൂണിഫോം സൗജന്യം, ഉച്ചഭക്ഷണം സൗജന്യം. അവർ 1ാം ക്ലാസ് കഴിഞ്ഞാൽ പഠനം നിർത്തുന്നില്ല. അവർ 2ാം ക്ലാസ്സും 3ാം ക്ലാസ്സും 4ാം ക്ലാസ്സും പഠിക്കുന്നു, 10ാം ക്ലാസ് വരെ പഠിക്കുന്നു. പഴയ തലമുറയുടെ ആളുകൾക്കറിയാം 4ാം ഫോറം കഴിഞ്ഞാൽ ഫീസ് കൊടുക്കണം. അതുകൊണ്ട് പണ്ടുള്ള ആളുകൾ മഹാഭൂരിപക്ഷവും 4ാം ഫോറം വരെ പഠിച്ചവരാണ്. എന്നാൽ മാറി മാറി വന്ന ഇടതുപക്ഷ ഗവൺമെന്റ് വിദ്യാഭ്യാസ മേഖല ഉണ്ടാക്കിയ മാറ്റം എന്താണ്? 5ാം തരം മുതൽ 8ാം തരം വരെ സൗജന്യമാക്കി. 8 മുതൽ 10 വരെയാക്കി. 10 മുതൽ 12 വരെയാക്കി. ഈ 2026 ബഡ്ജറ്റിൽ കേരളത്തിലെ ധനകാര്യമന്ത്രി സഖാവ് ബാലഗോപാൽ പ്രഖ്യാപിച്ചു, ഈ കേരളത്തിൽ ഡിഗ്രി വിദ്യാഭ്യാസവും സൗജന്യമായിരിക്കുമെന്ന്. നമ്മുടെ രാജ്യത്ത് ഡിഗ്രി വിദ്യാഭ്യാസം വരെ സൗജന്യമായി ഏതെങ്കിലും ഒരു സംസ്ഥാനമുണ്ടോ? അതാണ് കേരളം. വിദ്യാസമ്പന്നതയുടെ നാടാണ് ഈ കേരളം. ഇടതുപക്ഷത്തിന്റെ 10 വർഷത്തെ ഭരണത്തിന്റെ നേട്ടമാണ്. നിങ്ങൾ 3750 സ്കൂളുകൾ അടച്ചുപൂട്ടാൻ തീരുമാനിച്ചപ്പോൾ ആ അടച്ചുപൂട്ടാൻ നിങ്ങൾ തീരുമാനിച്ച സ്കൂളുകളിലെല്ലാം ആയിരക്കണക്കിന് കുട്ടികൾ പഠിക്കുന്ന സ്കൂളുകളായി മാറ്റുകയാണ് 10 വർഷം കൊണ്ട് LDF ചെയ്തത്. ആ LDF കേരളത്തിൽ ആവശ്യമില്ല എന്ന് ആർക്കാണ് പറയാൻ സാധിക്കുക? വിദ്യാഭ്യാസ മേഖലയിൽ മാത്രമാണോ നമ്മുടെ നേട്ടം? ആരോഗ്യരംഗത്ത് ഇടതുപക്ഷ ഗവൺമെന്റ് 10 വർഷം ഉണ്ടാക്കിയ നേട്ടമെന്താ? നമ്മുടെ പഴയ കാലത്തെ പ്രാഥമികാരോഗ്യ കേന്ദ്രങ്ങളുടെ ചിത്രമെന്താ? പൊട്ടിപ്പൊളിഞ്ഞ ഒരു കെട്ടിടം. ഏതെങ്കിലും ദിവസം ഡോക്ടർ വന്നാലായി. അവിടെ ചെല്ലുമ്പോൾ ഒരു വലിയ ജാറിൽ കളറുള്ള വെള്ളം വെച്ചിരിക്കും, ഒരു തകര പാത്രത്തിൽ വെള്ളം കുടുങ്ങി.
ഗർഭിണി ചെന്നാലും കുട്ടി ചെന്നാലും ഈ വെള്ളവും ഈ കുടിയും എടുക്കും. അതായിരുന്നില്ലേ സർക്കാർ ആശുപത്രി? ആ സർക്കാർ ആശുപത്രികൾ മാറി എന്ന് കുടുംബ ആരോഗ്യ കേന്ദ്രങ്ങളായി കേരളത്തിലെ 820 ആശുപത്രികൾ മാറിയില്ല. രാവിലെ 2 ഡോക്ടർമാർ, വൈകുന്നേരം 1 ഡോക്ടർ, 3 ഡോക്ടർമാരുടെ സേവനം. അത്ഭുതകരമായ മാറ്റമാണ് ആരോഗ്യ മേഖലയിൽ. ലോക ക്ഷയരോഗ ദിനാചരണം 100 ദിന കർമ്മ പരിപാടി തൃശൂർ ജനറൽ ആശുപത്രിയിൽ ജില്ലാ കളക്ടർ ശിഖ സുരേന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. ഡിഎംഒ ഡോക്ടർ ടി പി ശ്രീദേവി അധ്യക്ഷത വഹിച്ചു. ഡോക്ടർ പി സജീവ് കുമാർ മുഖ്യാതിഥിയായിരുന്നു. ഡോക്ടർമാരായ പി എസ് ഇന്ദു, താജ് പോൾ പനക്കൽ എന്നിവരായിരുന്നു വിശിഷ്ട വ്യക്തികൾ. ഡോക്ടർമാരായ ഫ്ലെമി ജോസ്, പി കെ അനൂപ്, എൻ എ ഷീജ, സുജ അലോഷ്യസ്, അനൂപ് കുമാർ, അസീന എന്നിവർ സംസാരിച്ചു. 4 മാസത്തോളം ഹെൽത്ത് ഡിപ്പാർട്ട്മെന്റിൽ ഡെപ്യൂട്ടി സെക്രട്ടറിയായി വർക്ക് ചെയ്തപ്പോൾ പരിചയമുള്ള മുഖങ്ങളാണ് കൂടുതലും ഇന്ന് സ്റ്റേജിൽ ഇരിക്കുന്നത്. കേരള സ്റ്റേറ്റ് ഹെൽത്ത് ഇംപ്രൂവ്മെന്റ് പ്രോഗ്രാം എന്നുള്ള പേരിൽ നമുക്ക് വേൾഡ് ബാങ്കിൽ നിന്ന് കിട്ടുന്ന ലോണും അതുപോലെ തന്നെ നമ്മുടെ ഗവൺമെന്റിന്റെ പൈസയും ചേർത്ത് ഏകദേശം $400 മില്യൺ ഒരു പദ്ധതിയുടെ വിഭാവന വേളയിൽ ഇവർ ജില്ലാ മെഡിക്കൽ ഓഫീസിൽ നിന്നുള്ള ഡെപ്യൂട്ടി ഡിഎംഒമാർ, പഞ്ചായത്ത് ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്നുള്ള അഭിജിത്ത്, അതുപോലെയുള്ള വേദിയിലിരിക്കുന്ന വിശിഷ്ട വ്യക്തികളെ, സദസ്സിലിരിക്കുന്ന നമ്മുടെ ആരോഗ്യവകുപ്പിലെ മണലൂർ UDF സ്ഥാനാർത്ഥി TN പ്രതാപൻ മണലൂരിലെ ജനങ്ങൾക്ക് 10 ഗ്യാരണ്ടിയും മാനിഫെസ്റ്റോയും പ്രസ് ക്ലബ്ബിൽ നടത്തിയ വാർത്താസമ്മേളനത്തിൽ പ്രഖ്യാപിച്ചു. നിയോജക മണ്ഡലത്തിലെ വ്യത്യസ്ത മേഖലകളിലുള്ള ജനവിഭാഗങ്ങൾ, ജനപ്രതിനിധികൾ, ശാസ്ത്ര സാങ്കേതിക വിദഗ്ധർ എന്നിവരുമായി നടത്തിയ ആശയവിനിമയത്തിലൂടെയാണ് 10 ഗ്യാരണ്ടികൾ പ്രഖ്യാപിച്ചത്. ഇതിനു പുറമെ മണലൂരിന് ഒരു മാനിഫെസ്റ്റോയും തയ്യാറാക്കിയതായും പ്രതാപൻ പറഞ്ഞു. വിജയിച്ചു കഴിഞ്ഞാൽ 10 മാസത്തിനുള്ളിൽ 10 ഗ്യാരണ്ടികൾക്കും തുടക്കം കുറിക്കുമെന്ന് അദ്ദേഹം പറഞ്ഞു. സൗജന്യ ഡയാലിസിസ്, സൗജന്യ നിരക്കിൽ മരുന്ന്, 10 രൂപയ്ക്ക് ഉച്ചഭക്ഷണം, അഭ്യസ്തവിദ്യരായ യുവതിയുവാക്കൾക്ക് തൊഴിൽ, ഗ്രാമീണ ടൂറിസം, മണലൂർ ഡെവലപ്മെന്റ് കൌൺസിൽ എന്നിവ പ്രാവർത്തികമാക്കാൻ ഒരു NGO ആയി പ്രവർത്തിക്കുമെന്ന് പ്രതാപൻ പറഞ്ഞു. പരിചയമുള്ളതുകൊണ്ട് പ്രായോഗികമായി നടത്താൻ കഴിയുന്ന കാര്യങ്ങളാണ് ആദ്യത്തെ 10 ഗ്യാരണ്ടിയായി സമർപ്പിക്കുന്നത്. ഈ 10 ഗ്യാരണ്ടികൾ അടുത്ത 10 മാസത്തിനുള്ളിൽ ജനപ്രതിനിധിയായി സത്യപ്രതിജ്ഞ ചെയ്യുന്ന അന്ന് മുതൽ 10 മാസം തികയുന്ന കാലത്തിനിടയിൽ ഇതിൽ പറയുന്ന 10 ഗ്യാരണ്ടികളും തുടക്കം കുറിക്കും. പൂർത്തിയാകല്ല, തുടക്കം കുറിക്കും. അതോടൊപ്പം മണലൂരിലെ ജനങ്ങളുമായി നടത്തിയ ആശയവിനിമയത്തിന്റെ അടിസ്ഥാനത്തിൽ തയ്യാറാക്കിയതാണ് ഈ മണലൂരിൽ ഒരു മാനിഫെസ്റ്റോ. ഈ മാനിഫെസ്റ്റോയിൽ പറയുന്ന പ്രധാനപ്പെട്ട കാര്യങ്ങൾ അതവിടെ കുടിവെള്ള പ്രശ്നം, നെൽകൃഷിക്കാരുടെ പ്രശ്നം, ഓരുജലം, ഉപ്പുജലം വന്ന് ശുദ്ധജല സ്രോതസ്സുകളെല്ലാം നാമാവശേഷമായതിന്റെ പ്രശ്നം, സമയാസമയങ്ങളിൽ വെള്ളം ലഭിക്കാതെ കൃഷിക്കാർക്ക് കൃഷി ചെയ്യാൻ കഴിയാത്തതിന്റെ പ്രശ്നം. വടക്കാഞ്ചേരിയിലെ UDF സ്ഥാനാർത്ഥി നിയമനത്തിൽ പ്രതിഷേധിച്ച് യൂത്ത് കോൺഗ്രസ് തൃശൂർ ജില്ലാ ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് TH മുഹമ്മദ് ഷഫീഖ് രാജിവെച്ചു. AICC സംഘടനാ ചുമതലയുള്ള ജനറൽ സെക്രട്ടറി KC വേണുഗോപാലിന്റെ നേതൃത്വത്തിൽ കോൺഗ്രസ് അതിന്റെ ജനാധിപത്യ മതനിരപേക്ഷ മൂല്യങ്ങളിൽ നിന്നും വ്യതിചലിച്ച് കേവലം പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനി പോലെ പ്രവർത്തിക്കുകയാണ് എന്നതിന്റെ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമാണ് വടക്കാഞ്ചേരിയിലെ UDF സ്ഥാനാർത്ഥി നിയമനം. പരിചയസമ്പത്തും ജനസമ്മതിയും വിജയസാധ്യതയും ഉള്ളവരെ മാറ്റി നിർത്തി വടക്കാഞ്ചേരി നിയമസഭാ മണ്ഡലം സീറ്റ് കേവലം ഒരു പേയ്മെന്റ് സീറ്റാക്കി കോൺഗ്രസ് പ്രസ്ഥാനത്തെ സ്നേഹിക്കുന്നവരെ ചതിക്കുകയും വഞ്ചിക്കുകയും ചെയ്യുന്നതിന് തുല്യമാണെന്നും ഇതിൽ പ്രതിഷേധിച്ചാണ് 20 വർഷത്തിലധികമായി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ സജീവ പ്രവർത്തകനും വിവിധ ഭാരവാഹിത്വങ്ങൾ വഹിച്ച അഡ്വക്കേറ്റ് TH മുഹമ്മദ് ഷഫീഖ് രാജിവെച്ചതെന്ന് പറഞ്ഞു. കഴിഞ്ഞ 20 വർഷത്തിലധികമായി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ സജീവ പ്രവർത്തകനാണ്. നിങ്ങൾക്ക് പലർക്കും പറയാവുന്നതുപോലെ തന്നെ കോൺഗ്രസിൻ്റെയും അതിൻ്റെ പോഷക ഘടകങ്ങളുടെയും വിവിധ ഘടകങ്ങളിൽ പ്രവർത്തിച്ചു വരികയാണ്. ശ്രീ വ്യാസ NSS കോളേജിൽ നിന്ന് 2006 വ്യാസ കോളേജ് യൂണിറ്റ് ഭാരവാഹിയായാണ് ഞാൻ എൻ്റെ രാഷ്ട്രീയ പ്രവർത്തനം തുടങ്ങുന്നത്. തുടർന്ന് യൂണിറ്റ് കമ്മിറ്റി പ്രസിഡന്റ്, KSU തൃശ്ശൂർ ജില്ലാ ജനറൽ സെക്രട്ടറി, യൂത്ത് കോൺഗ്രസിൻ്റെ അസംബ്ലി വൈസ് പ്രസിഡന്റ്, അതുപോലെ തന്നെ കോൺഗ്രസിൻ്റെ ക്ലാസ്സുകൾ എടുക്കുന്ന അതിൻ്റെ റിസോഴ്സ് പേഴ്സൺ തൃശ്ശൂർ ജില്ലയിലെ
സംസ്കാര സാഹിതി അതിൻ്റെ ജില്ലാ എക്സിക്യൂട്ടീവ് മെമ്പർ തുടങ്ങി വിവിധ നിലകളിൽ പ്രവർത്തിച്ചു വരികയാണ്. ഇപ്പോൾ നിലവിൽ യൂത്ത് കോൺഗ്രസിൻ്റെ തൃശ്ശൂർ ജില്ലാ ജനറൽ സെക്രട്ടറിയാണ്. അതുപോലെ തന്നെ ലോയേഴ്സ് കോൺഗ്രസിൻ്റെ വടക്കാഞ്ചേരി യൂണിറ്റിൻ്റെ സെക്രട്ടറി ആയിട്ടും നിലവിൽ പ്രവർത്തിച്ചു വരികയാണ്. ഇത്തരം ഒരു പത്രസമ്മേളനം വിളിക്കാനുണ്ടായ ഒരു സാഹചര്യം എന്ന് പറയുന്നത് നിങ്ങൾക്കറിയാവുന്നതുപോലെ വടക്കാഞ്ചേരി നിയമസഭാ മണ്ഡലത്തിൽ ഐക്യജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥി നിർണയം ആദ്യഘട്ടത്തിൽ ആദ്യ പട്ടികയിൽ വന്നിരുന്നില്ല എന്ന് നമുക്കെല്ലാം അറിയാം. രണ്ടാം പട്ടികയിലാണ് വടക്കാഞ്ചേരി വരുന്നത്. വടക്കാഞ്ചേരിയിൽ വലിയ രീതിയിലുള്ള തർക്കങ്ങൾ ഇപ്പോഴത്തെ സ്ഥാനാർത്ഥിയുമായി ബന്ധപ്പെട്ട് വന്നു. വടക്കാഞ്ചേരി അസംബ്ലി മണ്ഡലത്തിലെ 7 മണ്ഡല പ്രസിഡന്റുമാരിൽ 9 മണ്ഡല പ്രസിഡന്റുമാരിൽ 7 മണ്ഡല പ്രസിഡന്റുമാരും ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ 6ഓളം ജനറൽ സെക്രട്ടറിമാരും അസംബ്ലി UDFിൻ്റെ നിയോജകമണ്ഡലം ചെയർമാൻ ഉൾപ്പെടെയുള്ള കോൺഗ്രസിൻ്റെ വലിയൊരു നേതൃത്വം ഇപ്പോഴത്തെ സ്ഥാനാർത്ഥിയുമായി ബന്ധപ്പെട്ട് വിയോജനക്കുറിപ്പ് തയ്യാറാക്കുകയും ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിക്കും കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിക്കും ഓൾ ഇന്ത്യ കോൺഗ്രസ് കമ്മിറ്റിക്കുമൊക്കെ അത് കൊടുക്കുന്ന സ്ഥിതിവിശേഷം ഉണ്ടായി. ഇപ്പോൾ വടക്കാഞ്ചേരിയിൽ സ്ഥാനാർത്ഥി നിർണയം എന്ന് പറയുന്നത് ഒരു പേയ്മെൻറ്റ് സീറ്റാണ്. നിങ്ങൾക്കറിയാവുന്നതുപോലെ പതിറ്റാണ്ടുകളോളമായി വടക്കാഞ്ചേരിയിൽ പ്രവർത്തിക്കുന്ന നിരവധിയായ നേതാക്കളുണ്ട്. ജനസമ്മതിയുള്ള ആളുകൾ, പരിചയസമ്പത്തുള്ള ആളുകൾ, നിരവധി കാലമായി പൊതുപ്രവർത്തന രംഗത്തും സാമൂഹ്യ രാഷ്ട്രീയ ജീവകാരുണ്യ രംഗത്തുമൊക്കെ പ്രവർത്തിക്കുന്ന നിരവധിയായ ആളുകൾ വടക്കാഞ്ചേരി നിയോജകമണ്ഡലത്തിൽ തന്നെ നേതൃതലത്തിലുള്ളപ്പോൾ അവരെയെല്ലാം മാറ്റി നിർത്തി സ്ഥാനാർത്ഥി വന്നതിനെ കുറിച്ചിട്ട് വലിയ രീതിയിലുള്ള ചർച്ച പാർട്ടിക്കകത്ത് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുക. ആ ചർച്ചയിൽ ആ ചർച്ചക്കകത്ത് വന്നിട്ടുള്ളത് പ്രധാനമായും ആരോപണം എന്ന് പറയുന്നത് തൃശ്ശൂർ ജില്ലയിൽ നിന്നുള്ള ഒരു മുൻ MLA, കോൺഗ്രസിൻ്റെ മുൻ MLAയും മുൻ MPയും ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വവും ഒക്കെ ഇടപെട്ടുകൊണ്ട് ഒരു പേയ്മെൻറ്റ് സീറ്റാക്കി വടക്കാഞ്ചേരിയെ മാറ്റി എന്നുള്ളതാണ്. എന്ന് വെച്ചാൽ കച്ചവടം ചെയ്തു എന്നുള്ളതാണ് അതിൻ്റെ സത്യം. ജിംനേഷ്യത്തിന്റെയും ബ്യൂട്ടി സലൂണിന്റെയും മറവിൽ ലഹരി വിൽപ്പന, അതിമാരക മയക്കുമരുന്നായ 2.270 കിലോ ഹാഷിഷ് ഓയിലുമായി യുവതിയെ പിടികൂടി തൃശൂർ റൂറൽ പോലീസ് അറസ്റ്റ് ചെയ്തു. മയക്കുമരുന്ന് വിൽപ്പന നടത്തി അനധികൃതമായി സമ്പാദിച്ച 90,500 രൂപയും ഹാഷിഷ് ഓയിൽ ചില്ലറ വിൽപ്പന നടത്താനായി ഉപയോഗിച്ച 50 ഒഴിഞ്ഞ ചെറിയ പ്ലാസ്റ്റിക് ബോട്ടിലുകളും പിടിച്ചെടുത്തു. തൃശൂർ റൂറൽ ജില്ലാ പോലീസ് മേധാവി B. കൃഷ്ണകുമാർ IPSന്റെ നേതൃത്വത്തിൽ ഡാൻസ് ഹൌസ് സംഘവും വലപ്പാട് പോലീസും ചേർന്നാണ് പ്രതിയെ പിടികൂടിയത്. തൃപ്രയാറിലെ ജിംനേഷ്യത്തിൽ ജോലി ചെയ്തു വരുന്ന പെരിങ്ങോട്ടുകര താന്യം സ്വദേശി ചെറിയത്ത് വീട്ടിൽ ശ്രീലക്ഷ്മിയാണ് അറസ്റ്റിലായത്. ഇവരിൽ നിന്ന് 2.270 കിലോഗ്രാം ഹാഷിഷ് ഓയിൽ പിടിച്ചെടുത്തു. കൂടാതെ മയക്കുമരുന്ന് വിൽപ്പന നടത്തി അനധികൃതമായി സമ്പാദിച്ച രൂപയും പിടിച്ചെടുത്തു. തിരഞ്ഞെടുപ്പ് സുരക്ഷാ ക്രമീകരണങ്ങളുടെ ഭാഗമായി വിയൂർ പോലീസ് സ്റ്റേഷൻ പരിധിയിൽ റൂട്ട് മാർച്ച് നടത്തി പോലീസ്. തിരഞ്ഞെടുപ്പ് സുരക്ഷാ ക്രമീകരണങ്ങളുടെ ഭാഗമായി വിയൂർ പോലീസ് സ്റ്റേഷനിലെ സേനാംഗങ്ങളും സെൻട്രൽ പോലീസ് ഫോഴ്സും വിയൂർ പോലീസ് സ്റ്റേഷൻ പരിധിയിൽ സംയുക്ത റൂട്ട് മാർച്ച് നടത്തി. വിയൂർ SHO നിമിഷി തൃപ്തി IPSന്റെ നേതൃത്വത്തിലാണ് റൂട്ട് മാർച്ച് നടത്തിയത്. വിയൂർ പോലീസ് സ്റ്റേഷൻ പരിധിയിലെ കരുവാങ്ങാട് ജംഗ്ഷനിൽ നിന്ന് തുടങ്ങി പൂലാക്കൽ ജംഗ്ഷൻ വരെ രാവിലെയും കോലഴി സെന്ററിൽ നിന്ന് തുടങ്ങി തിരൂർ പള്ളി സെന്റർ വരെ വൈകിട്ടും റൂട്ട് മാർച്ച് നടന്നു. ACP തോംസൺ, ഇൻസ്പെക്ടർ KO മഹേഷ് കുമാർ, SI C സന്തോഷ്, SSB SI ത്രിഭുവൻ സിംഗ് തുടങ്ങി പോലീസ് ഉദ്യോഗസ്ഥരും സെൻട്രൽ പോലീസ് ഉദ്യോഗസ്ഥരുമടക്കം 40ഓളം പോലീസ് സേനാംഗങ്ങൾ പങ്കെടുത്തു. ഇനിയൊരു ഇടവേള. Mediplus Diagnostics, an ISO quality specified diagnostic center. മണ്ണുത്തിയിൽ ആദ്യമായി ഡിജിറ്റൽ എക്സ്റേ, അൾട്രാസൗണ്ട് ആൻഡ് കളർ ഡോപ്ലർ സ്കാനിംഗ്, മോഡുലാർ ലബോറട്ടറി, ECG ആൻഡ് ഡോക്ടേഴ്സ് കൺസൾട്ടേഷൻ. ഇപ്പോൾ ഇവയെല്ലാം ഒരു കുടക്കീഴിൽ വിദഗ്ധരായ ടെക്നീഷ്യന്മാരുടെ നേതൃത്വത്തിൽ അന്താരാഷ്ട്ര നിലവാരമുള്ള അതിനൂതന ടെക്നോളജിയുടെ ഫുള്ളി ഓട്ടോമാറ്റിക് അനലൈസറുകളുടെ സഹായത്താൽ കൃത്യതയാർന്ന പരിശോധനാ ഫലങ്ങൾ. റാൻഡോക്സ് QC UK, ക്രിസ്ത്യൻ മെഡിക്കൽ കോളേജ് വെല്ലൂർ എന്നീ ഗുണമേന്മ പരിശോധനയുടെ അംഗീകാരം. ഹോം കണക്ഷൻ, സ്പെഷ്യൽ ഡിസ്കൗണ്ടുകളോടുകൂടിയ ഹെൽത്ത് പാക്കേജുകൾ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. ഓർത്തോപീഡിക് സർജൻ തിങ്കൾ വ്യാഴം ദിവസങ്ങളിൽ വൈകുന്നേരം 5 മണി മുതലും ജനറൽ മെഡിസിൻ MD, കൺസൾട്ടന്റ് ഫിസിഷ്യൻ ആൻഡ് ഡയബറ്റോളജിസ്റ്റ് വൈകിട്ട് 5 മണി മുതൽ സേവനമനുഷ്ഠിക്കുന്നു.
സ്കാനിങ്ങിനും ഡോക്ടർമാരുടെയും ബുക്കിംഗിനുമായി കോൺടാക്ട് മെഡിപ്ലസ് ഡയഗ്നോസ്റ്റിക്സ് സുവർണ ബസാർ മണ്ണുത്തി. ഫോൺ 0487237237 മൊബൈൽ 7902272374. 35 വർഷത്തെ പ്രവൃത്തി പരിചയമുള്ള മണ്ണുത്തിയിലെ ഏക സ്ഥാപനം രചന ലബോറട്ടറി. ഫുള്ളി കമ്പ്യൂട്ടറൈസ്ഡ് ISO സർട്ടിഫൈഡ് ലബോറട്ടറി. ഹെമറ്റോളജി, ബയോകെമിസ്ട്രി, ഇലക്ട്രോലൈറ്റ്സ്, ഹോർമോൺസ്, സെറോളജി, ക്ലിനിക്കൽ പാത്തോളജി, ECG. ഫുള്ളി ഓട്ടോമാറ്റിക് മെഷീനറികളുടെ സഹായത്താൽ ഉത്തരവാദിത്വത്തോടുകൂടി റിസൾട്ടുകൾ പേഷ്യൻസിന് ലഭ്യമാക്കുന്നു. ഒറ്റ ഫോൺ കോളിൽ ഹോം സർവീസ്. വിദഗ്ധരായ ടെക്നീഷ്യന്മാരുടെ സേവനം. എല്ലാ ദിവസവും രാവിലെ 7 മുതൽ വൈകിട്ട് 7 വരെയും ഞായറാഴ്ചകളിൽ രാവിലെ 7 മുതൽ ഉച്ചയ്ക്ക് 1 മണി വരെയും തുറന്നു പ്രവർത്തിക്കുന്നു. രചന ലബോറട്ടറി, NH റോഡ്, മണ്ണുത്തി. ISO സർട്ടിഫൈഡ് ലബോറട്ടറി. ഉറങ്ങണില്ല, ഏതു നേരം ഈ പാവം പിടിച്ചോണ്ടിരിപ്പാ. കുട്ടി പറയൂ, എന്താണ് യഥാർത്ഥ പ്രശ്നം? ഒന്നുമില്ല. യു ഹാവ് എനി സോർട്ട് ഓഫ് ഡിപ്രഷൻ? പ്രണയനൈരാശ്യം? മൂട്ടൊന്നുമില്ല, പക്ഷെ കിടക്കാം. ഓ, ഇത് ഏത് മെഡിസിൻ? മെഡിസിൻ അല്ല, റോയൽ ബെഡ് ഹൗസ്. ബെസ്റ്റ് റോയൽ ബെഡ് ഹൗസ്, ഷൊർണൂർ റോഡ്, തൃശൂർ. കഥ കേൾക്കാൻ റെഡിയായിട്ടായിരുന്നു അച്ചു വന്നത്. കുനുകുനയുള്ള കുഞ്ഞക്ഷരങ്ങൾ, ഒരു രക്ഷയുമില്ല. പണ്ടുള്ളവർ പറയുന്നത് പോലെ കണ്ണങ്ങട് പിടിക്കുന്നില്ല. വിഷമിച്ചാണ് പോയതെങ്കിലും അമ്മയ്ക്ക് വായിക്കാൻ പാകത്തിന് വലിയ അക്ഷരങ്ങളിൽ കണ്ണിന്റെ എല്ലാ പ്രശ്നങ്ങൾക്കുമുള്ള പരിഹാരവുമായാണ് എന്റെ കുഞ്ഞ് കൺസൾട്ടന്റ് എത്തിയത് കേട്ടോ. യെസ്, തൃശൂർ മണ്ണുത്തിയിലുള്ള ഡോക്ടർ ആശാസ് അമൃത ഐ ക്ലിനിക്. കണ്ണ് സംബന്ധിച്ച എല്ലാ വിഷമതകൾക്കും കംപ്ലീറ്റ് സൊല്യൂഷൻ ഇവിടെയുണ്ട്. അത്യാധുനിക സംവിധാനങ്ങൾ ഉപയോഗിച്ചുള്ള നേത്ര ചികിത്സയ്ക്ക് ശേഷം കണ്ണിൽ വന്ന മാറ്റം എനിക്ക് കുറച്ചൊന്നുമല്ല ആത്മവിശ്വാസം നൽകിയത്. ഇനിയും 100 കഥകൾ വായിച്ചു കൊടുക്കാൻ പ്രാപ്തമായ മിഴികളാക്കി തിരിച്ചു തന്നത് ഡോക്ടർ ആശയാണ്. കാഴ്ചയാണ് ഭാഗ്യം. ഡോക്ടർ ആശാസ് അമൃത ഐ ക്ലിനിക്, മണ്ണുത്തി, തൃശൂർ. വാർത്തകൾ തുടരുന്നു. തൃശൂർ ജില്ലാ ഇലക്ഷൻ ഓഫീസിന്റെയും സ്വീപ് തൃശൂരിന്റെയും നേതൃത്വത്തിൽ ഖേലോ ഇന്ത്യ നീന്തൽ വേദിയിലെ പുതിയ വോട്ടർമാർക്കും അവരുടെ രക്ഷിതാക്കൾക്കും പരിശീലകർക്കുമായി വോട്ടർ അവബോധ പരിപാടിയും പ്രതിജ്ഞയും സംഘടിപ്പിച്ചു. ഓപ്പറേഷൻ കാപ്പ വേട്ട തുടരുന്നു. കാപ്പ ഉത്തരവ് ലംഘിച്ചതിന് കുപ്രസിദ്ധ ഗുണ്ട പ്രതാപനെ ജയിലിലാക്കി. തൃശൂർ റേഞ്ച് DIG പുറപ്പെടുവിച്ച കാപ്പ നിബന്ധനകൾ ലംഘിച്ച് ഒളിവിൽ പോയ കുപ്രസിദ്ധ ഗുണ്ടയെയാണ് തൃശൂരിൽ പോലീസ് പിടികൂടിയത്. പരിയാരം വില്ലേജ് ഇല്ലിക്കാട് വടാശ്ശേരി വീട്ടിൽ പ്രതാപനാണ് അറസ്റ്റിലായത്. തൃശൂർ റൂറൽ ജില്ലാ പോലീസ് മേധാവി B. കൃഷ്ണകുമാർ IPSന്റെ നേതൃത്വത്തിൽ പ്രത്യേക അന്വേഷണ സംഘമാണ് പ്രതിയെ വലയിലാക്കിയത്. അതിരപ്പള്ളി, ചാലക്കുടി, മാള പോലീസ് സ്റ്റേഷൻ പരിധികളിലായി ഇയാൾക്ക് കേസുകളുണ്ട്. ആയുധ നിയമപ്രകാരമുള്ള കേസിലും 6ഓളം ക്രിമിനൽ കേസുകളിലെയും പ്രതിയാണ്. ആറാട്ടുപുഴ പൂരത്തിന്റെ ആതിഥേയനായ ആറാട്ടുപുഴ ശാസ്താവിന്റെ എഴുന്നള്ളിപ്പുകൾക്കാവശ്യമായ ചമയങ്ങൾ ഭക്തർ സമർപ്പിച്ചു. തിങ്കളാഴ്ച വൈകുന്നേരം 5:30 പുഷ്പദീപങ്ങളാൽ അലങ്കൃതമായ ശാസ്താവിന്റെ തിരുനടയിലായിരുന്നു സമർപ്പണം. കോലം, പട്ടുകുടകൾ, ചൂരപ്പൊളി നെറ്റിപ്പട്ടങ്ങൾ, വക്കകൾ, മണിക്കൂട്ടങ്ങൾ, ആലവട്ടം, ചാമരം എന്നിവയും തിരുവുടയാട, ഓണപ്പുടവകൾ, നെയ്യ്, കൈപ്പന്തത്തിന് വേണ്ടതായി വെളിച്ചെണ്ണ, എള്ളെണ്ണ, മറ്റു ദ്രവ്യങ്ങൾ എന്നിവയും ശാസ്താവിന് സമർപ്പിച്ചു. കുടയുടെ ഒറ്റൽ പെരുമ്പള്ളിശ്ശേരി സ്മിതേഷ് ശശിധരനാണ് നിർമ്മിച്ചത്. സ്വർണം, മുക്കാൽ, ചേർപ്പ് KA ജോസും, തുന്നൽ തൃശൂർ VN പുരുഷോത്തമനും, മണിക്കൂട്ടം ഇരിക്കിയതിൽ പെരിങ്ങാവ് ഗോൾഡിയുടെ രാജനും, ആലവട്ടം, ചാമരം എന്നിവ ഒരുക്കിയതിൽ കുറ്റുമുക്ക് ചാത്തനാത്ത് രാംകുമാറും ചുമതലക്കാരായി. കറണ്ട് ബുക്സ് പ്രസിദ്ധീകരിച്ച കഥാകൃത്ത് സതിയുടെ ഹാർമോണിക് ചലനങ്ങൾ എന്ന കഥാസമാഹാരത്തെ ആസ്പദമാക്കി തലമുറ മാറ്റം മലയാള കഥകളിൽ എന്ന വിഷയത്തിലുള്ള പുസ്തക ചർച്ച തൃശൂർ സാഹിത്യ അക്കാദമി ചങ്ങമ്പുഴ ഹാളിൽ സംഘടിപ്പിച്ചു. സ്ത്രീപക്ഷത്ത് നിൽക്കുന്ന ആണെഴുത്താണ് ഈ പുസ്തകമെന്ന് ചർച്ചയിൽ പങ്കെടുത്ത് സംസാരിച്ച കൊടകര സഹൃദയ കോളേജ് മലയാളം വകുപ്പ് അധ്യക്ഷ ഡോക്ടർ സ്വപ്ന C. കോമ്പാത്ത് അഭിപ്രായപ്പെട്ടു.
സമകാലിക ലോകത്തെ പ്രശ്നങ്ങളുടെ അവതരണവും ധീരമായ നിലപാടുകളും സതിയുടെ എഴുത്തിനെ വ്യത്യസ്തമാക്കുന്നുവെന്ന് കഥാകൃത്തും കവയിത്രിയുമായ ഡോക്ടർ സന്ധ്യ ഇ കൂട്ടിച്ചേർത്തു. കൊടുങ്ങല്ലൂർ KKTM കോളേജിലെ മലയാളം അധ്യാപിക ഡോക്ടർ ഉർസുല N, കേരളോർമ്മ കോളേജിലെ MA വിദ്യാർത്ഥിനി വിസ്മയ VK, സാംസ്കാരിക പ്രവർത്തകൻ T വർഗീസ് എന്നിവർ വായനാനുഭവങ്ങൾ പങ്കുവച്ചു. അഡ്വക്കേറ്റ് രാജേഷ് C മുട്ടത്ത് മോഡറേറ്ററായി. നെഹ്റു സെന്റർ ഫോർ സോഷ്യൽ റിസർച്ച് സംഘടിപ്പിച്ച ചടങ്ങിൽ സംഘടനാ പ്രസിഡന്റ് ജാമി ML സ്വാഗതവും ഡോക്ടർ മിലു മരിയ ആന്റോ നന്ദിയും അറിയിച്ചു. 2024 പ്രസിദ്ധീകരിച്ച മിലേനിയം സുന്ദർ എന്ന കഥാസമാഹാരത്തിലൂടെ ശ്രദ്ധേയനായ സതിയുടെ രണ്ടാമത്തെ കഥാസമാഹാരമാണ് ഹാർമോണിക് ചലനങ്ങൾ. സ്വർണ്ണവില ഉച്ചയോടെ ഒറ്റയടിക്ക് 1880 രൂപ വർദ്ധിച്ചു. ആഗോള വിപണിയിൽ എണ്ണവില കുറഞ്ഞതിനെ തുടർന്ന് സംസ്ഥാനത്ത് തിരിച്ചുകയറി വീണ്ടും 1 ലക്ഷത്തിന് മുകളിലെത്തിയ സ്വർണ്ണവിലയിൽ ചാഞ്ചാട്ടം. രാവിലെ പവന് ഒറ്റയടിക്ക് 2160 രൂപ കുറഞ്ഞു. എന്നാൽ ഉച്ചയോടെ തിരിച്ചുകയറി 1880 രൂപ വർദ്ധിച്ച് ഒരു പവൻ സ്വർണത്തിന്റെ വില 1,04,800 രൂപയായി. ഗ്രാമിന് ആനുപാതികമായി 235 രൂപ വർദ്ധിച്ചു. 13,100 രൂപയാണ് 1 ഗ്രാം സ്വർണത്തിന്റെ വില. ഒരു മാസങ്ങൾക്കു ശേഷം ഇന്നലെ 1 ലക്ഷത്തിന് താഴെയെത്തിയ സ്വർണ്ണവില വൈകിട്ടോടെ തിരിച്ചുകയറി രാത്രിയോടെ ഉയർന്ന് 1,05,000 മുകളിലെത്തി. വലിയ തോതിലുള്ള ചാഞ്ചാട്ടമാണ് വിപണിയിൽ ദൃശ്യമായത്. രാവിലെ ഉച്ചയ്ക്കുമായി 7,000-ലധികം ഇടിഞ്ഞ ശേഷമാണ് സ്വർണ്ണവില തിരിച്ചുകയറിയത്. ഇന്ന് രാവിലെ വില കുറഞ്ഞു. യുദ്ധം അവസാനിപ്പിക്കുന്നതിന് ഇറാനുമായി ചർച്ച നടത്തുമെന്ന അമേരിക്കൻ പ്രസിഡന്റിന്റെ വാക്കുകളെ തുടർന്ന് എണ്ണവില 15% ഇടിഞ്ഞതിന് പിന്നാലെയാണ് സ്വർണ്ണവില തിരിച്ചുകയറിയത്. കഴിഞ്ഞ ദിവസങ്ങളിൽ ഊർജ്ജ പ്രതിസന്ധി രൂക്ഷമാക്കി എണ്ണവില ബാരലിന് $110 കടന്നും കുതിക്കുന്ന കാഴ്ചയാണ് കണ്ടത്. ഇതിന്റെ പ്രതിഫലനമെന്നോണമാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ സ്വർണ്ണവില താഴ്ന്നത്. മറ്റൊരു ഇടവേള കൂടി. മൂവായിരം സ്ക്വയർ ഫീറ്റിൽ 3 നിലകളിലായി നവീകരിച്ച മണ്ണുത്തിയിലെ ഏറ്റവും വലിയ ബ്യൂട്ടി പാർലർ മാഗ്നോലിയ. മാഗ്നോലിയെ ഒരു വൻ വിജയമാക്കി മാറ്റിയ എല്ലാ പ്രിയ ഉപഭോക്താക്കൾക്കും ഹൃദയം നിറഞ്ഞ നന്ദി. ഇലക്ട്രോണിക് സ്കിൻ തെറാപ്പി, ഫിഷ് തെറാപ്പി തുടങ്ങി 26-ൽ പരം മാഗ്നോലിയ സ്പെഷ്യൽ തെറാപ്പിയുമായി അതിവിശാലമായ കാർ പാർക്കിംഗ് സൗകര്യത്തോടെ അണിയിച്ചൊരുക്കിയ മാഗ്നോലിയ ബ്യൂട്ടി പാർലറിലേക്ക് ഏവർക്കും സ്വാഗതം. മാഗ്നോലിയ ലേഡീസ് ബ്യൂട്ടി പാർലർ, കൊടുങ്ങല്ലൂർക്കാവ് അമ്പലത്തിന് സമീപം, മണ്ണുത്തി. പരിശുദ്ധ സ്വർണ്ണ വിപണനത്തിന്റെ വിശ്വസ്തവും സംതൃപ്തവുമായ 40 വർഷങ്ങൾ. സണ്ണീസ് ജ്വല്ലറി. കാലത്തിനൊപ്പം മാറുന്ന ഡിസൈനുകളുമായി തീർത്തും പരിശുദ്ധമായ സ്വർണം, വെള്ളി, ഡയമണ്ട് ആഭരണങ്ങൾ. ഇഷ്ടാനുസരണം തിരഞ്ഞെടുക്കാൻ വിപുലമായ കളക്ഷൻസ്. സുദീർഘമായ 4 പതിറ്റാണ്ടിലൂടെ ആർജിച്ചെടുത്ത ജനവിശ്വാസം. മണ്ണുത്തിയിൽ തൃശൂർ ബസ് സ്റ്റോപ്പിന് സമീപവും പോസ്റ്റ് ഓഫീസിന് സമീപവുമായി 2 ഷോറൂമുകൾ. മോഹന വാഗ്ദാനങ്ങളില്ലാത്ത വിശ്വസ്ത സ്ഥാപനം. സണ്ണീസ് ജ്വല്ലറി, തൃശൂർ ബസ് സ്റ്റോപ്പിന് സമീപം, മണ്ണുത്തി. പോസ്റ്റ് ഓഫീസിന് സമീപം, മണ്ണുത്തി. +2 വിദ്യാർത്ഥികളുടെ ശ്രദ്ധയ്ക്ക് മാർച്ച് 31 മുതൽ നീറ്റ് പരീക്ഷയുടെയും BSc നഴ്സിംഗ് കർണാടക പരീക്ഷയുടെയും എൻട്രൻസ് കോച്ചിംഗ് തികച്ചും സൗജന്യമായി നൽകുന്നു. കർണാടകയിലെ നവോദയ മെഡിക്കൽ കോളേജും തൃശൂരിലെ ലോഗോസ് അക്കാദമിയും സംയുക്തമായാണ് സൗജന്യ എൻട്രൻസ് പരിശീലനം നൽകുന്നത്. ഈ അവസരം പാഴാക്കാതിരിക്കാൻ എത്രയും പെട്ടെന്ന് ബന്ധപ്പെടുക. ലോഗോസ് അക്കാദമി, ടെമ്പിൾ സ്ക്വയർ ബിൽഡിംഗ്, AR മേനോൻ റോഡ്, നായ്ക്കനാൽ, തൃശൂർ. ഫോൺ 9447063440, 9447063840. വാർത്തകളിലേക്ക് വീണ്ടും. പുത്തൂർ പഞ്ചായത്ത് മുൻ പ്രസിഡന്റും കോൺഗ്രസ് നേതാവുമായ M ശങ്കരൻകുട്ടി എന്ന തങ്കപ്പൻ നായരുടെ 10ാം ചരമവാർഷിക ദിനം വെട്ടുകാട് ആചരിച്ചു. വെട്ടുകാട് സെന്ററിൽ 178ാം ബൂത്ത് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച പുഷ്പാർച്ചനയും അനുസ്മരണ സമ്മേളനവും ഒല്ലൂർ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് ഡേവിസ് കണ്ണൂക്കാടൻ ഉദ്ഘാടനം ചെയ്തു. ബൂത്ത് പ്രസിഡന്റ് ബേബി തെക്കുംപുറം അധ്യക്ഷത വഹിച്ചു. ജിനോ തമ്പി, രാജൻ വെട്ടിയാട്ടിൽ, വിനോദ് മാരാംകാലയിൽ, ജോർജ് ആലുക്ക, തിലകൻ, ശ്രീധരൻ തോപ്പിൽ, റോബി പൊഴോലിപ്പറമ്പിൽ എന്നിവർ പങ്കെടുത്തു. പ്രതിഷ്ഠാദിന മഹോത്സവത്തിൽ വോട്ട് തേടി ചെമ്പൂത്രയിലെത്തി UDF സ്ഥാനാർത്ഥി ഷാജി കോടങ്കണ്ടത്ത്. ചെമ്പൂത്ര കൊടുങ്ങല്ലൂർക്കാവ് ഭഗവതി ക്ഷേത്രത്തിൽ പ്രതിഷ്ഠാദിനത്തിന്റെ ഭാഗമായി നടന്ന
ദേവിയുടെ പിറന്നാൾ സദ്യയിൽ ഐക്യജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥി ഷാജി ജെ കോടങ്കണ്ടത്ത് പങ്കെടുത്തു. രാവിലെ 11:30 എത്തിയ ഷാജി ക്ഷേത്രം ഭാരവാഹികൾ പൊന്നാട അണിയിച്ച് അദ്ദേഹത്തെ സ്വീകരിച്ചു. ഭക്തജനങ്ങളെ കണ്ട് അദ്ദേഹം വോട്ട് അഭ്യർത്ഥിച്ചു. KPCC അംഗം ലീലാമ തോമസ്, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം KC അഭിലാഷ്, പാണഞ്ചേരി കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് ബിനു KV, വൈസ് പ്രസിഡന്റ് KP ചാക്കോച്ചൻ, പഞ്ചായത്ത് അംഗം അജു തോമസ്, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം മിനി നിജോ, ജിഫിൻ ജോയ്, ഷിജോ P ചാക്കോ, അനിൽ നാരായണൻ, KM പൌലോസ്, ജയപ്രകാശ് എന്നിവർ സ്ഥാനാർത്ഥിക്കൊപ്പം ഉണ്ടായിരുന്നു. സാന്നിധ്യമുണ്ട്. ഒരുപാട് നിയമസമര പോരാട്ടത്തിലൂടെ ഈ മണ്ഡലത്തിൻ്റെ വികസനം സാധ്യമാക്കാൻ സാധിച്ചത് വലിയ സന്തോഷമുണ്ട്. പ്രത്യേകിച്ച് മണ്ണുത്തി വടക്കഞ്ചേരി ദേശീയപാത രാഷ്ട്രീയ നിർമ്മാണം മുതൽ പാലിയേക്കര ടോൾ പ്ലാസ 73 ദിവസം അടച്ചിടാൻ നടത്തിയ നിയമ പോരാട്ടവും ഇവിടുത്തെ ബീച്ചിലെ കോടതി പാലം, അതുപോലെ തന്നെ ഭൂഗർഭ കേബിള്, ചെക്ക് ഡാം, മണൽപ്പുഴ ചെക്ക് ഡാം അടക്കമുള്ള വിഷയങ്ങളിലും പട്ടയ വിഷയത്തിലും വന്യമൃഗശല്യത്തിന് എതിരെയുള്ള ശക്തമായ നിയമ പോരാട്ടം നടത്താൻ സാധിച്ചു. അതിലെനിക്ക് വലിയ ചാരിതാർത്ഥ്യമുണ്ട്. മാത്രമല്ല ഇവിടുത്തെ ജനങ്ങൾക്ക് അറിയാം, ഒരു അധികാര സ്ഥാനമില്ലാതെ കഴിഞ്ഞ 15 വർഷക്കാലം ഷാജി വക്കീൽ നടത്തിയ നിയമസമര പോരാട്ടത്തെക്കുറിച്ച് ഈ നാട്ടുകാർക്ക് അറിയാം. അതിൻ്റെ സ്നേഹം അവർക്കുണ്ട്. അതെനിക്ക് തിരിച്ചു തരുമെന്ന് ഉറപ്പുണ്ട്. മാത്രമല്ല ഇത് കോൺഗ്രസിൻ്റെ മണ്ണാണ്, കോൺഗ്രസിൻ്റെ UDFിൻ്റെ മണ്ണാണ് ഉള്ളൂർ. ആ മണ്ണ് തിരിച്ചു പിടിക്കാൻ വേണ്ടി UDFിൻ്റെയും കോൺഗ്രസിൻ്റെയും പ്രവർത്തകരും നേതാക്കളും ശക്തമായി എൻ്റെ പിന്നിലുണ്ട്. അവരാണ് നയിക്കുന്നത്, അവരാണ് എൻ്റെ ശക്തി, അവരാണ് ഈ നിൽക്കുന്നത്. ഇവരുടെ ശക്തിയിൽ ഒരു സംശയമില്ല. ജനങ്ങൾ നമുക്ക് UDFിന് തിരിച്ചു വരാനുള്ള അവസരമുണ്ടാകും. ഒല്ലൂർ ഞങ്ങൾ തിരിച്ചു പിടിക്കും. ഇതിനോടകം ഞങ്ങൾ പല മണ്ഡലങ്ങൾ സന്ദർശിച്ച് വ്യത്യസ്തമായൊരു പ്രചരണം കാണുന്നത് ഷാജിയുടെ പ്രചരണമാണ്. അതായത് ഈ നിയമ പോരാട്ടം നടത്തിയ വഴികൾ, അത് സൂചിപ്പിക്കുന്ന പുസ്തകങ്ങളൊക്കെ, അത് ഇതെന്തെല്ലാമാണ് ഇതിനകത്ത് പറയുന്നത്? ഇത് കൊടുക്കുന്നത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഈ പുസ്തകത്തിൽ ഈ ഒല്ലൂർ നിയോജക മണ്ഡലവുമായി ബന്ധപ്പെട്ട് നടത്തിയ നിയമ സമര പോരാട്ടങ്ങളുടെ ചരിത്രമാണ്. ഇതെല്ലാം വിജയിച്ചതാണ്. കോടതി പാലം, ചെക്ക് ഡാം, ഭൂഗർഭ കേബിള്, അതുപോലെ തന്നെ പട്ടയ വിഷയം, മണ്ണുത്തി വടക്കഞ്ചേരി ദേശീയപാത, അതുപോലെ ടോൾ വിഷയം. അവസാനം നടത്തിയത് തൃശ്ശൂർ റൗണ്ടിൽ 500 മീറ്റർ ഫുട്പാത്ത് നന്നാക്കാൻ വേണ്ടി 3 വർഷം കേസ് നടത്തിയപ്പോൾ ഫുട്പാത്ത് നന്നാക്കുന്നു. അതുപോലെ ഹർത്താലിനെതിരെ, അങ്ങനെ ഒരുപാട് നിയമസമര പോരാട്ടം നടത്തിയതിൻ്റെ ഒരു സംക്ഷിപ്ത രൂപമാണ് ഇത്. ഒരു പുസ്തകമല്ല, 2 പുസ്തകം പഠിക്കാനുള്ള നിയമസമര പോരാട്ടം നടത്തിയിട്ടുണ്ട്. ഇത് ജനങ്ങൾക്ക് മനസ്സിലാക്കാനും യാഥാർത്ഥ്യം തിരിച്ചറിയാനും വേണ്ടിയുള്ള ഒരു മാർഗമാണത്. ക്ഷേത്ര പുനരുദ്ധാരണം സമ്മാനക്കൂപ്പണിന്റെ പ്രകാശന കർമ്മം നടന്നു. ചെമ്പൂത്ര കൊടുങ്ങല്ലൂർക്കാവ് ഭഗവതി ക്ഷേത്രം പുനരുദ്ധാരണ പ്രവർത്തനങ്ങളുടെ ഭാഗമായി സംഘടിപ്പിക്കുന്ന സമ്മാനക്കൂപ്പണിന്റെ പ്രകാശന കർമ്മം ക്ഷേത്രം മേൽശാന്തി മനീഷ് ക്ഷേത്രം പ്രസിഡന്റ് KK രാജേഷിന് നൽകി പ്രകാശന കർമ്മം നിർവഹിച്ചു. 1ാം സമ്മാനം മാരുതി ഫ്രോൺസ് കാറും, 2ാം സമ്മാനം റോയൽ എൻഫീൽഡിന്റെ ഹണ്ടർ 350 ബുള്ളറ്റും, 3ാം സമ്മാനം ആക്ടിവ സ്കൂട്ടറുമാണ്. ടിക്കറ്റിന് 1000 രൂപയാണ് ഈടാക്കുന്നത്. 2000 ടിക്കറ്റുകൾ മാത്രമാണുള്ളത്. ക്ഷേത്രം സെക്രട്ടറി ജയപ്രകാശ് മുണ്ടോപ്പുറത്ത്, ട്രഷറർ VK ചന്ദ്രൻ, കോമരം മുരളി, ഭരണസമിതി അംഗങ്ങളായ രാജേഷ് ആൽപ്പാറ, അഖിൽ വാസൻ, ഉപദേശക സമിതി അംഗം മുരളി, ക്ഷേത്ര ഭാരവാഹികളും ചടങ്ങിൽ പങ്കെടുത്തു. ചെമ്പൂത്ര കൊടുങ്ങല്ലൂർക്കാവ് ഭഗവതി ക്ഷേത്രത്തിലെ പ്രതിഷ്ഠാദിന മഹോത്സവം ആഘോഷിച്ചു. ചെമ്പൂത്ര കൊടുങ്ങല്ലൂർക്കാവ് ഭഗവതി ക്ഷേത്രത്തിലെ പ്രതിഷ്ഠാദിന മഹോത്സവം മാർച്ച് 24 ചൊവ്വാഴ്ച ആഘോഷിച്ചു. 3:30 നട തുറക്കൽ, നിർമാല്യ ദർശനം, അഭിഷേകം, മലർ നിവേദ്യം, തിടമ്പേറ്റിയ ഗജവീരന്റെ അകമ്പടിയോടെ ശീവേലി. രാവിലെ 10:30 മുതൽ ഉച്ചയ്ക്ക് 2:30 വരെ 7500-ലധികം പേർക്ക് വിഭവസമൃദ്ധമായ പിറന്നാൾ സദ്യയും നടന്നു. 3:30 മുതൽ 4:30 വരെ വഴിപാട് പൂരങ്ങൾക്ക് വരവേൽപ്പ്. 5 മണി മുതൽ 7:15 വരെ പാണ്ഡ്യമേളത്തിന്റെ അകമ്പടിയോടെ കൂട്ടിയെഴുന്നള്ളിപ്പും നടന്നു. വൈകിട്ട് 7:30 മുതൽ ക്ഷേത്രം മൈതാനത്ത് ഭൈരവി മ്യൂസിക് ബാൻഡിന്റെ ഭജൻ സന്ധ്യ അരങ്ങേറി. ക്ഷേത്രം തന്ത്രി കുണ്ടാരപ്പള്ളി മനക്കൽ മുരളി നമ്പൂതിരിയുടെയും ക്ഷേത്ര മേൽശാന്തി മനീഷിന്റെയും മുഖ്യ കാർമ്മികത്വത്തിലാണ് ചടങ്ങുകൾ നടന്നത്. ക്ഷേത്ര ഭരണസമിതി ആഘോഷത്തിന് നേതൃത്വം നൽകി.
കൊമ്പഴയിൽ നിയന്ത്രണം വിട്ട കാർ ഡിവൈഡറിൽ ഇടിച്ചുകയറി, ഒഴിവായത് വൻ ദുരന്തം. ദേശീയപാത കൊമ്പഴയിൽ നിയന്ത്രണം വിട്ട കാർ ഡിവൈഡറിൽ ഇടിച്ചുകയറി. അപകടത്തിൽ കാറിലുണ്ടായിരുന്ന എറണാകുളം സ്വദേശികളായ വിഷ്ണു, സോന എന്നിവർക്ക് പരിക്കേറ്റു. പരിക്ക് സാരമുള്ളതല്ല. ഇവരെ ആലത്തൂർ അസീസി ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ഇന്ന് ഉച്ചകഴിഞ്ഞ് 3:00-ഓടെയാണ് അപകടം. തൃശൂർ ഭാഗത്തേക്കുള്ള പാതയിലൂടെ പോവുകയായിരുന്ന കാർ നിയന്ത്രണം വിട്ട് ഡിവൈഡറിൽ ഇടിക്കുകയായിരുന്നു. ഡിവൈഡർ സ്ഥാപിച്ചിട്ടുള്ള അയൺ ക്രാഷ് ബാരിയറിൽ കാറിന്റെ ചില്ല് തകർത്ത് ഉള്ളിലേക്ക് കയറി. 2 ക്രാഷ് ബാരിയറുകളാണ് ഉള്ളിലേക്ക് കയറിയത്. തലനാരിഴയ്ക്കാണ് രണ്ടുപേരുടെയും ദേഹത്ത് കയറാതിരുന്നത്. ഇത് വലിയ ദുരന്തം ഒഴിവാക്കി. കാറിന്റെ മുൻഭാഗം പൂർണ്ണമായും തകർന്നു. അപകട കാരണം വ്യക്തമല്ല. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. മതരാഷ്ട്രം സ്വപ്നം കാണുന്ന SDPI അടക്കമുള്ള വർഗീയതയെ കൂട്ടുപിടിച്ചാണ് UDF ഈ തെരഞ്ഞെടുപ്പിനെ നേരിടുന്നതെന്ന് CPIM സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം PK ബിജു പറഞ്ഞു. ലോക ക്ഷയരോഗ ദിനാചരണം 100 ദിന കർമ്മ പരിപാടി തൃശൂർ ജനറൽ ആശുപത്രിയിൽ ജില്ലാ കളക്ടർ ശിഖ സുരേന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. മണലൂർ UDF സ്ഥാനാർത്ഥി TN പ്രതാപൻ മണലൂരിലെ ജനങ്ങൾക്ക് 10 ഗ്യാരണ്ടിയും മാനിഫെസ്റ്റോയും പ്രസ് ക്ലബിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ പ്രഖ്യാപിച്ചു. വടക്കാഞ്ചേരിയിലെ UDF സ്ഥാനാർത്ഥി നിയമനത്തിൽ പ്രതിഷേധിച്ച് യൂത്ത് കോൺഗ്രസ് തൃശൂർ ജില്ലാ ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് TH മുഹമ്മദ് ഷഫീഖ് രാജിവെച്ചു. ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.